ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഫ് പരാത്തയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 1/2 കപ്പ് ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സറിലോട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയ്ക്കായിട്ട് ഞാനിവിടെ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി, എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക്, 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിനയില. പാനിൽ ബട്ടർ ഇട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇതിലേക്ക് മിൻസ് ചെയ്ത ബീഫ് ആഡ് ചെയ്യാം. മിൻസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കിനി എക്സ്ട്രാ വാട്ടർ ഒന്നും ആഡ് ചെയ്യേണ്ട കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മിൻസ് ചെയ്ത ബീഫിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി കുക്കായിക്കോളും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് സവാളയും പച്ചമുളകും തക്കാളിയും ആഡ് ചെയ്ത് വീണ്ടും ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആവശ്യമാണെങ്കിൽ കുറച്ച് ഓയിലൂടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ, 1.5 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം 1 സ്പൂൺ ടൊമാറ്റോ സോസും കുറച്ച് പുതിനയില കൂടെ ചേർക്കാം. 5 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയോടെ ചേർക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് പരാത്തയ്ക്ക് വേണ്ടി ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വലിയ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. മാവ് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതേപോലെ ഫില്ലിംഗ് വെക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കാം. ഫില്ലിംഗ് അകത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് സീൽ ചെയ്തെടുക്കാം. സീൽ ചെയ്ത് വരുമ്പോഴത്തേക്കും വരുന്ന എക്സസ് മാവ് ഇതേപോലെ ഒന്ന് എടുത്ത് മാറ്റാം. ഫില്ലിംഗ് വെക്കുമ്പോൾ എക്സസ് ആവാണ്ട് നോക്കണം. എക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ പരത്തുന്ന ടൈമിൽ ഈ പരാത്ത കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം പരാത്തയ്ക്ക് വേണ്ടി പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോഴത്തേക്കും അധികം പ്രഷർ കൊടുക്കാണ്ട് നോക്കണം. പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അരികൊക്കെ പൊട്ടിപ്പോകും. പരാത്ത പാനിലോട്ട് ഇട്ടതിന് ശേഷം 2 സൈഡും ഈവനായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഗീ ചേർക്കത്തില്ല. 2 സൈഡ് ഈവനായി കുക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പരാത്ത കുക്കായി വരുമ്പോഴത്തേക്കും ഇതേപോലെ എഡ്ജസ് ഒക്കെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ മാത്രം നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി പരാത്താസും ചുട്ടെടുക്കാം. ബീഫ് പരാത്ത റെഡി ആയിട്ടുണ്ട്. റൈത്ത തന്നെയാണ് നമ്മുടെ ബീഫ് പരാത്തയുടെ കോമ്പിനേഷൻ. വേറെ സെപ്പറേറ്റ് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.